രാവിലെ കാപ്പുകുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടേ. നമ്മുടെ പട്ടിക്കുട്ടനെ അഴിച്ച് ഗേറ്റിൽ പൂട്ടിയിട്ടായിരുന്നു. അവനെ രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി ഗേറ്റിൽ പൂട്ടിയിട്ടാലേ നമുക്ക് കൂട് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടെല്ലാം കഴുകി വൃത്തിയായി വെയിൽ വരുമ്പോഴത്തേക്കിനും കൂട് നന്നായിട്ട് ഉണങ്ങും കേട്ടോ. അപ്പോൾ ഇനി അവനെ കൂട്ടി കയറ്റിയേക്കാമെന്നോർത്തോണ്ടാണ്. അല്ലെങ്കിൽ വെയിലാവുന്ന സമയത്ത് ഗേറ്റിൽ അവനെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അവന് വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ്റെ ദേഹത്ത് ഒരുപാട് രോമം ഇല്ലാത്തതുകൊണ്ട് അവന് ചൂടടിക്കുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഒരുപാട് വെയിലാവുന്നതിന് മുന്നേ അവനെ കൂട്ടി കയറ്റും. അപ്പോൾ അവനുള്ള ഭക്ഷണമെല്ലാം ഞാൻ കൂടിനകത്ത് കൊണ്ട് വെച്ചേ. അപ്പോൾ അവന് വെള്ളവും പിന്നെ അവൻ്റെ ഫേവറേറ്റാണ് കേട്ടോ കോഴിക്കാല്. അതും അവന് കൊണ്ടുവച്ച് കൊടുക്കുന്നത്. ഞാൻ ഫുഡ് കൊണ്ട് വെച്ചതേ കാക്ക വട്ടം ചുറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം അവനെ അഴിച്ചു വിട്ടാലും ഈ ഫുഡ് കണ്ടെങ്കിൽ മാത്രമേ അവൻ കൂട്ടി കയറുള്ളൂ. അല്ലെങ്കിൽ അവൻ കൂട്ടി കയറാൻ ഭയങ്കര പാടാട്ടോ. ഒരു രക്ഷയില്ല അവനെ കൂട്ടി കയറ്റാനായിട്ട്. ഞാൻ ഫുഡ് കൊണ്ട് വെച്ചാലും ആദ്യം കൂട്ടി ചെന്ന് കയറിയിട്ട് പിന്നെയും ചാടി ഓടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മേത്തോടെ എല്ലാം കയറും കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മുടെ ദേഹത്ത് കയറുകയും ചെയ്യും. അനങ്ങാണ്ട് നിൽക്കില്ല. ഭയങ്കര മെരുമെരുപ്പാട്ടോ. ഇവനെ അഴിച്ചു വിട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റിയില്ല. കൊച്ചിനെ ഞാൻ പുറത്ത് ഇറക്കുകയില്ല കേട്ടോ. ലൂക്കാന്നാട്ടോ പേര്. ലൂക്കാനെ പുറത്തിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ വീടിനകത്തുനിന്ന് ഞാൻ ഇറക്കില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അവൻ നമ്മളെ വന്ന് ഇടിക്കുമ്പോഴത്തേക്കിനും നമ്മൾ പുറകോട്ട് മറിഞ്ഞു വീഴും. അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയണ്ടല്ലോ. കോഴിക്കാല് അവന് കൊണ്ട് വെച്ച് കൊടുത്തേ നമ്മൾ പറയാതെ അവൻ കഴിക്കത്തില്ല കേട്ടോ. അതാണ് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്. അവൻ കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ നിന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ കാക്ക മുഴുവൻ കുത്തിക്കൊണ്ട് പോവേ. പിന്നെ അവനൊന്നും കഴിക്കാൻ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനവിടെ കാവൽ നിൽക്കുന്നത്. കൊച്ചുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സൈഡിലൊരു പുളിമരമുണ്ട്. അവിടെ ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടി. പിന്നെ കുറേ നേരം അവളുടെ കൂടെ അവളെ ഇച്ചിരി നേരമൊക്കെ കളിപ്പിച്ച് അവിടെ കളിച്ചു. അപ്പോഴാട്ടോ ആൾ ഫോണിൻ്റെ ക്യാമറ കണ്ടത്. അപ്പം തന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി കാണിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വെയിലായപ്പോഴത്തേക്കിനും ഞങ്ങൾ അകത്തോട്ട് വന്നു. ഇന്നലെ അലക്കിയിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു മടക്കാനായിട്ട്. അതെല്ലാം മടക്കി വെക്കുവാണ്. ആ തുണിയെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെക്കും കേട്ടോ. അതിനിടയ്ക്ക് അവിടെ കയ്യിൽ ഞാനൊരു മിഠായി എടുത്ത് വെച്ചു. അവൾക്കായിട്ട് എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായിയൊക്കെ ഞാൻ പാക്കറ്റായിട്ട് മേടിച്ച് വെക്കും കേട്ടോ. ഇടയ്ക്ക് മഴയ്ക്ക് പിടിക്കുമ്പോൾ എപ്പോഴേലും അവളുടെ കൈ കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സുണ്ട്. ഇവിടെ കൊണ്ടിട്ടാട്ടോ ഞാൻ മടക്കുന്നത്. അതാകുമ്പോൾ മടക്കി എല്ലാവരുടെയും അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. എടുത്ത് വെച്ചോളും കേട്ടോ. ഏറ്റവും കൂടുതൽ എൻ്റെയും കൊച്ചിൻ്റെ ആട്ടോ ഡ്രസ്സ്. അങ്ങനെ ഞാൻ തുണിയൊക്കെ മടക്കി വെച്ച് ടി വിയിൽ കാർട്ടൂൺ ഇട്ട് തരണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ കൊച്ചി. അല്ലെങ്കിൽ ഞാൻ അവൾക്ക് ടി വിയിലാണ് കാർട്ടൂൺ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിപ്പം കളിക്കാനുള്ളൊരു മൂഡായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം തന്നെ ഇരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ തുണിയെല്ലാം മടക്കി കഴിഞ്ഞ് കുറച്ച് നേരം ഞാനും അവളുടെ കൂടെ കളിക്കാനായിട്ട് വന്നിരുന്നു. ഞാനിപ്പോൾ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച്. എത്ര കെട്ടിവെച്ചാലും കുറച്ച് നേരത്തേക്കിനേ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അത് മുഴുവൻ വലിച്ച് പറിച്ച് അതിലേക്ക് ചാടിച്ചിട്ടുണ്ടേ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ പതുക്കെ വൈകിട്ട് ചായ കുടിക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. അതിനന്നേരപ്പം മറ്റേ വാഴയിലയിൽ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വലുതായിട്ടൊന്നും അറിയില്ല. പെട്ടെന്ന് തോന്നിയ ആഗ്രഹമാട്ടോ. കാരണം യൂട്യൂബിനകത്ത് കണ്ടെടുത്തതാണ് ഇലയട ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു അതുണ്ടാക്കാമെന്നേ. അപ്പോൾ കൊച്ച് ഇന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ അവൾ താമസിച്ചാണ് എണീറ്റത്. അന്നേരം എനിക്ക് തോന്നിയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി ചോറൊക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് കിടത്തി നോക്കി. അപ്പോൾ ഉറങ്ങുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോന്നേ. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളുമല്ലോ. പിന്നെ ഞാൻ വെള്ളം കുറച്ച് ഉപ്പിട്ട് അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം ഇട്ട് കുഴച്ചില്ലെങ്കിൽ ഒരു മയമില്ലാണ്ട് പോയാലോ എന്നോർത്ത് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് മാവ് കുഴച്ച് വെച്ച് കേട്ടോ. കുറച്ച് ശർക്കര ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ പഞ്ചസാരേനേക്കാളും നല്ലത് ശർക്കരയാണല്ലോ. അപ്പോൾ അതിട്ട് വെക്കാമെന്നോർത്ത് സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഇന്നലെ യൂട്യൂബിൽ കണ്ടതാട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ഞാനങ്ങനെ യൂട്യൂബിലൊന്നും കണ്ട് പരീക്ഷിക്കുന്ന ഒരാളൊന്നും അല്ല. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പുറകോട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ തേങ്ങയില്ല. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ. തേങ്ങ ഇനി മേടിക്കണമെങ്കിൽ ആലപ്പുഴയ്ക്ക് വല്ലതും പോകണം. മേടിച്ചത് തീർന്നായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന തെങ്ങേന്നൊരു തേങ്ങ കിട്ടിയത്. കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു കേട്ടോ എന്താണേലും വീണത്. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്ത് പൊതിച്ച് അത് പൊട്ടിച്ച് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. നല്ല മധുരമായിരുന്നു. ഞാനത് കുടിച്ചു. കൊച്ചുണ്ടെങ്കിൽ അവൾ കുടിച്ചേനെ. അവളില്ലാത്തത് കൊണ്ട് പിന്നെ ഞാനത് കുടിച്ച്. പിന്നെ അതെല്ലാം കൊണ്ടുവന്ന് ചിരകിയെടുത്ത് കുറച്ച് ശർക്കര എടുത്തു. മധുരം കൂടിപ്പോയാലോ എന്ന് മധുരം കൂടിപ്പോയാൽ കൊള്ളത്തില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് പെട്ടെന്ന് തികട്ടുന്ന പോലെ തോന്നുന്നു. പിന്നെ അതെല്ലാം ചീവിയെടുത്ത്
തുള്ളിക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതൊന്നും എനിക്ക് അറിയാവുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടതാണ് ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ. ടേസ്റ്റ് ഉണ്ടായില്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അത് വെച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വാഴയില രാവിലെ ആടിന് പുല്ലി എത്താൻ പോയപ്പം അവിടെ നിന്നോടത്തുനിന്ന് ചെത്തിക്കൊണ്ട് വന്നതാണ് വാഴയില. അതൊക്കെ രാവിലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് നേരത്തെ എടുത്തത്. അല്ലെങ്കിൽ ഇതൊന്നും ചെത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതെല്ലാം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് വെച്ച് ഞാൻ പരത്തി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. പരത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ശർക്കര ചീവിയിട്ടത് ഇച്ചിരി കൂടിപ്പോയി എന്ന്. ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുമല്ലോ, അത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് പിന്നെ ഞാനോർത്ത് ഉക്കുവാണെങ്കിലും ഒക്കട്ടെ, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അമ്മ ജോലി കഴിഞ്ഞ് മടുത്ത് വരുമ്പോൾ അമ്മയ്ക്ക് എന്തുണ്ടാക്കി വെച്ചാലും ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തായാലും അമ്മ കഴിച്ചോളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ബേക്കറി സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണും. എല്ലാം തീർന്നു. അതാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ആലപ്പുഴയ്ക്ക് പോകണം. ഇനിയിപ്പോൾ ഉടനെയൊന്നും പോക്ക് നടക്കുകയില്ല. അതാ അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഇച്ചിരി വിശപ്പും പോകും. മെയിനായിട്ടും അമ്മ ജോലി കഴിഞ്ഞ് മടുത്തല്ലേ വരുന്നത്, അപ്പോൾ അമ്മേനെ ഓർത്താണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ അതൊക്കെ ഉണ്ടാക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചു. ഇഡ്ഡലി പാത്രം വലുതെടുക്കേണ്ടതായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നേ. വലുതും ഉണ്ടായിരുന്നു, ചെറുതും ഉണ്ടായിരുന്നു. ഞാൻ എളുപ്പത്തിന് ചെറുതിലോട്ടാണ് വെച്ചത്. പക്ഷെ വെച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി വലുതെടുക്കേണ്ടതായിരുന്നു എന്ന്. പിന്നെ അതെല്ലാം അതിനകത്ത് ഒരു തരത്തിൽ വെച്ച് സെറ്റ് ചെയ്തു. ഞാനിപ്പം എല്ലാത്തും ഉണ്ടാക്കാനായിട്ട് എടുത്ത പാത്രമൊക്കെ ഒന്ന് മൊത്തം കഴുകി വെച്ചു. അവിടെ വല്ലതും ഒന്ന് തൂത്തിട്ടു. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നേ. അതെന്തോ അപ്പത്തിന് നല്ല മയം കിട്ടാൻ നല്ലതാണെന്നൊക്കെ ഇതിൽ പറയുന്നു കേട്ടോ. അപ്പം ഞാൻ അത് കണ്ട് ഒഴിച്ചു കൊടുത്തട്ടോ. എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഒക്കുമെന്നൊക്കെ തോന്നും. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പാത്രമൊക്കെ കഴുകി വെച്ചു. സ്ലാവെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട്ടു. കൊച്ച് ഹാളിലിരുന്ന് കാർട്ടൂൺ കാണുവാണേ. അതാണ് ഇന്ന് എൻ്റെ അടുത്തോട്ട് കാണാത്തത്. ഉറങ്ങിയില്ലല്ലേ. ഈ ഒരു സമയത്തൊക്കെ അവൾ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങേണ്ടതാണേ. അതുകൊണ്ട് ഇന്ന് കൊച്ച് ഉറങ്ങിയിട്ടൊന്നുമില്ല. അവൾ അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്നത് കൊണ്ട് അടുക്കളയിലോട്ട് വരുന്നില്ല കേട്ടോ. അവളില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ ജോലിയൊക്കെ വേഗം നടന്നത്. അവളുണ്ട് എൻ്റെ കൂടെ സ്ലാവിൽ കയറിയിരുന്നും കിള്ളിയും പറിച്ചുമൊക്കെ കുറേ നേരം ഇരിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അമ്മ വന്നായിരുന്നു. അമ്മ വന്ന് ചായ ഞങ്ങളെല്ലാവരും കൂടെയാണ് കുടിക്കുന്നത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നല്ലപോലെ വെയിലറിയായിരുന്നേ. വീടിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് തൂത്ത് കുറേ ഇട്ട് കത്തിച്ചു. നല്ല കരിയില വീഴും. നമ്മുടെ മുറ്റത്ത് നല്ലപോലെ മരമുണ്ട് കേട്ടോ. അപ്പോൾ എത്ര തൂത്തിട്ടെന്ന് പറഞ്ഞാലും ശരിക്ക് കരിയില വീഴും. കാറ്റും കൂടെ വീശുവാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ കുറേ പുല്ലൊക്കെ ചെത്തി. എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഞാൻ അടുക്കളയുടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കപ്പ നട്ട് വെച്ചേക്കുന്നതാണ്. കിളുക്കൊന്നുമില്ല. ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ നടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഒന്നും കിട്ടില്ല കേട്ടോ. 1-2 കിഴങ്ങുമല്ലോ ഒക്കെ കാണുള്ളൂ. പിന്നെ കിളുക്കുവാണെങ്കിൽ കിളുത്തോട്ടെ എന്നോർത്തങ്ങ് നട്ട് വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ